ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരികയാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1/4 കപ്പ് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയൊരു എരിവൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തതുണ്ടാവുമല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓപ്ഷണലാണ്. ഒറിഗാനോ, പിസയ്ക്കൊക്കെ നമ്മൾ എടുക്കുന്ന ഒറിഗാനോ ഉണ്ടല്ലോ, അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്കിൽ യൂസ് ചെയ്താൽ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ എരിവ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതാണ് ഇത്രയും ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കിട്ടുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വേണ്ടത് ചീസാണ്. ഞാൻ മൊസറില്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയും അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ലൂസ് ബാറ്റർ ആയിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കണം. തിക്ക് ഉണ്ടാവരുത്, നല്ല ലൂസിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്കും ഞാൻ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്കും ഒറിഗാനോ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. ചെറിയൊരു എരിവും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല തിക്ക് ഉണ്ടാവരുത്, ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നത് നമുക്കറിയാമല്ലോ എത്രത്തോളം ലൂസാക്കി എടുക്കണം എന്നുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ്. ബ്രെഡ് സ്ലൈസ് അതിൻ്റെ അരികുവശം ആ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അതാദ്യം കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 പീസ് നമുക്ക് ഒരു സ്നാക്കിക്ക് 2 പീസ് വേണം. ഒന്നിൻ്റെ 2 പീസ് വേണം. അങ്ങനെയല്ല, ഇങ്ങനെ 2 വെക്കുന്ന സമയത്ത് 2 പീസ് അങ്ങനെ വേണം നമുക്ക്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ളതൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ടോട്ടൽ 10 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഇതിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ ആ ഒരു ടൊമാറ്റോയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചീസും അതിൻ്റെ മുകളിൽ ചിക്കൻ ഫ്രൈ ചെയ്തത് ക്രഷ് ചെയ്തതും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റേ പീസ് ബ്രെഡ് സ്ലൈസും വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ടോട്ടൽ 10 സ്നാക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ബാറ്ററിൽ കംപ്ലീറ്റ് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ബ്രെഡ് സ്ലൈസസിൻ്റെ അരികുവശം കളഞ്ഞില്ല, അതൊക്കെ പൊടിച്ചെടുത്താൽ മതി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീസായി വന്ന ഈ ഒരു സ്നാക്ക് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ ഈസിയാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി ഉടനെ ഓയിലിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ ഓയിലിട്ട് കോരിയെടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിൽ വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കുമല്ലോ സാവധാനം കുക്ക് ചെയ്തെടുത്താൽ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉള്ളിൽ ഇപ്പോൾ ഈ ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് മുറിച്ചെടുക്കുന്ന സമയത്ത് ചീസൊക്കെ ഉണ്ടാവും. കണ്ട. അപ്പോൾ ഇതുപോലെയാണ്. അപ്പം ചൂടാറിയാൽ ഇങ്ങനെ കിട്ടില്ല, എന്നാലും ചൂടാറിയാലും ഇത് കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ സോസിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്